ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്ന ഒരു ചെറിയൊരു കാർ സ്റ്റഡിയാണ്. ഇതിനകത്ത് ഇപ്പം 2 ചാനലേ ഉള്ളൂ. അപ്പോൾ ഇത് 2.1 ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി കസ്റ്റമർ നമ്മളെ തന്നതാണ്. അപ്പോൾ ഇതിനകത്തെ വയറെല്ലാം സ്പീക്കർ ലൈന് വയറെല്ലാം ഡിസ്കണക്ട് ചെയ്തിട്ട് വേറെ നല്ല വയറൊക്കെ ഇട്ടിട്ട് അഡീഷണൽ പാസ്വേഡാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഈ പാസ്വേഡ് തന്നെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് തന്നെ കണക്ട് ചെയ്യുവാണെങ്കിൽ ബോർഡ് സൈഡിൽ ഒതുക്കി വെക്കുമ്പോഴത്തേക്ക് സ്പേസ് കിട്ടും. അല്ലെങ്കിൽ പവർ സപ്ലൈ ആമിൻ്റെ ബോർഡും കൂടെ വെക്കുമ്പോൾ ഇട കിട്ടാൻ സാധ്യത കുറവാണ്. അപ്പോൾ ഇത് മൊത്തം പൊളിച്ച് പീസാക്കിയിട്ട് ഇതിലേക്ക് തന്നെ പാസ്വേഡ് കണക്ട് ചെയ്യാം. പാസ്വേഡെല്ലാം ഇതിലേക്ക് ഈ ബോർഡിൽ നിന്ന് ലൈൻ മാറ്റി ഈ ബോർഡിലേക്ക് തന്നെ കണക്ട് ചെയ്തിട്ട് ഇതിന് സബിൻ്റെ ബോർഡും പവർ സപ്ലൈയാണ് വെച്ചൊന്ന് സെറ്റ് ചെയ്യാം. ഇപ്പോൾ ആദ്യം മൊത്തം ഒന്ന് ഡിസ്കണക്ട് ചെയ്യാം. ഇതിനകത്ത് ഫുള്ള് വരെ ഡിസ്കണക്ട് ചെയ്തിട്ടുണ്ട്. സപ്ലൈയുടെ സ്പീക്കർ ലൈന് കാര്യങ്ങൾ ഇതിനകത്ത് അഡീഷണൽ വെച്ചിരുന്ന BT ഇതിനെല്ലാം ഡിസ്കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ആമിൻ്റെ ബോർഡിൽ തന്നെ ഈ ആം ബോർഡ് അഴിച്ചൊന്ന് ക്ലിയർ ചെയ്തിട്ട് അതിൻ്റെ പാസ്വേഡ് തന്നെ കണക്ട് ചെയ്ത് വെക്കാം. ബോർഡ് മൊത്തം ഒന്ന് ക്ലീൻ ചെയ്തേക്കാം. വലിയ കുഴപ്പമില്ലാത്ത ബോർഡാണ് സ്റ്റീരിയോ ബോർഡിനകത്ത് ഇരിക്കുന്നത്. ഇപ്പോൾ ഈ ബോർഡ് ടിന്നറൊക്കെ വെച്ച് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് റീവയറെല്ലാം ചെയ്തൊന്ന് കണക്ട് ചെയ്യണം. ബാസ് ട്രിബിൾ വോളിയം കൺട്രോൾ എല്ലാം കണക്ട് ചെയ്ത് സ്പീക്കർ ലൈന് സപ്ലൈ എല്ലാം കണക്ട് ചെയ്യുക. എന്നിട്ട് ഒരു സബിൻ്റെ ബോർഡ് ഒരു പവർ സപ്ലൈ വെക്കണം. സ്റ്റീരിയോ ബോർഡ് നിലവിൽ അതിൻ്റെ പാസ്വേഡൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ട്. കൺട്രോളെല്ലാം കണക്ട് ചെയ്തു, സംഭവം വർക്കിംഗ് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മുടെ സബിൻ്റെ ബോർഡും പവർ സപ്ലൈ മാത്രം അതിനകത്ത് കയറ്റിയാൽ മതി. ബാക്കിയെല്ലാം സെറ്റായിട്ടുണ്ട്. ആമിനകത്ത് വെക്കാനുള്ള ബോർഡ് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. 5200 1943 വരെ ട്രാൻസിസ്റ്ററാണ് വരുന്നത്. എല്ലാം 324 ഫിൽറ്റർ വരുന്നുണ്ട്. യൂണിവേഴ്സലിൻ്റെ ബോർഡാണ് വരുന്നത്. അപ്പം പവർ സപ്ലൈ പുള്ളി തന്നിട്ടില്ലായിരുന്നു. പവർ സപ്ലൈ ഇപ്പം നമ്മൾ പുതിയ ഒരെണ്ണം മേടിച്ചിട്ടുണ്ട്. ചെക്ക് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അപ്പം എല്ലാം ഒന്ന് കണക്ട് ചെയ്യണം. അപ്പോൾ കണക്ട് ചെയ്തിട്ട് നമുക്ക് വർക്കിംഗ് വീഡിയോ ചെക്ക് ചെയ്ത് നോക്കാം. സെറ്റിൻ്റെ വയറിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇതിലാണ് സ്പീക്കർ ഔട്ട്പുട്ട് ഇട്ടേക്കുന്ന 2 ചാനൽ ഇതാണ് ഇട്ടേക്കുന്നത്. ഇത് സബ് ഔട്ടും ഇത് REMഉം ബാറ്ററി പ്ലസും ബാറ്ററി ഗ്രൗണ്ടും അങ്ങനെയാണ് സപ്ലൈ ചെയ്തേക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് കണക്ട് ചെയ്തിട്ട് ഓഡിയോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. Play by TF Card. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. ഓക്കെ, താങ്ക് യു.